ഇറാനും യുഎസും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഈ ഒരു വേളയിൽ തന്നെ യുഎസ് സൈന്യം കരീബിയൻ കടലിൽ ഒരു ബോട്ട് ആക്രമിച്ച് 3 പേരെ കൊലപ്പെടുത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മയക്കുമരുന്ന് കടത്തുകാരെന്ന് ആരോപിക്കപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇറാൻ പൗരന്മാരാണോ എന്ന സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. എന്നാൽ അത്തരത്തിൽ ചില സൂചനകൾ നൽകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാനാണ് ട്രംപ് കരുക്കൾ നീക്കുന്നത്. ആയതിനാൽ തന്നെ വലിയ ഭയപ്പാടോടെയാണ് ഇറാൻ പൗരന്മാരടക്കം കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനുമായി കൊമ്പുകോർക്കാൻ താൻ ഇല്ല എന്ന് ട്രംപ് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹമാകട്ടെ വലിയ രീതിയിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഗൂഢപദ്ധതികൾ മെനയുന്നതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. 2025 സെപ്റ്റംബർ മുതൽ കുറഞ്ഞത് 130 പേരുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കരീബിയൻ കടലിൽ യുഎസ് സൈന്യം ഒരു ബോട്ട് ആക്രമിച്ചുകൊണ്ട് തന്നെ 3 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഇതോടുകൂടി തന്നെ എന്തിനും സജ്ജമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ടിരിക്കുന്ന 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെയാണ് ഇപ്പോൾ ഇതിന് പിന്നിലൂടെ തന്നെ യുഎസ് സൈന്യം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ചില സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ബോട്ട് ആക്രമിക്കുന്ന യുഎസ് സൈന്യത്തെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. അതേസമയം ലാറ്റിൻ അമേരിക്കയും കരീബിയനിലെയും സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യുഎസ് സദേൺ കമാൻഡ് ആകട്ടെ കഴിഞ്ഞ ദിവസം മാരകമായ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായി തന്നെ അതിൽ 3 പേരെ കൊലപ്പെടുത്തിയതായും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത് സംശയിക്കുന്ന ആളുകളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നതായിരുന്നു യുഎസ് സൈന്യത്തിന്റെ വിശദീകരണമായി നൽകിയത്. ഇതിൽ ഒരു തെളിവ് പോലും നൽകാതെയാണ് ഇത്തരം ഒരു അടിസ്ഥാനരഹിതമായ അവകാശവാദം അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേപോലെ തന്നെ മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളിൽ പോലും അവിടെ നിയമവിരുദ്ധമായ വധശിക്ഷയ്ക്ക് തുല്യമാണ് എന്ന് അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും മനുഷ്യാവകാശ വിദഗ്ധരും ഇവിടെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാധ്യമ സംഘടനകൾ സൂക്ഷിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം കിഴക്കൻ പസഫിക് കരീബിയൻ കടലുകളിൽ 39 കപ്പലുകൾക്ക് നേരെ യുഎസ് ഇപ്പോൾ തന്നെ ഏകദേശം 37 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ആഴ്ച ആദ്യം 2 പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നതായും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞത് 130 പേർ കൊല്ലപ്പെട്ടതായി തന്നെയാണ് ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാൻ 1 മാസത്തെ സമയം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വ്യക്തമാക്കിയതും. അതേപോലെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ഇറാൻ തീരുമാനമെടുത്തില്ല എങ്കിൽ ഇറാനെതിരെ നടപടിയെടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ആണവ കരാറിനപ്പുറം തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും നിയന്ത്രണം വേണമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ആവശ്യപ്പെട്ടത്. ഇസ്രയേലിന്റെ സുരക്ഷയെ മുൻനിർത്തി തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അതുപോലെ പ്രോക്സി ഭീകര സംഘടനകൾക്ക് ഇറാൻ നൽകി വരുന്ന പിന്തുണയും അവസാനിപ്പിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തണം എന്നതായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടതും. അതായത് ട്രംപ് ആവശ്യപ്പെട്ടതായി തന്നെ നെതന്യാഹു വ്യക്തമാക്കിയത്. അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്ക് അവിടെ 2ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിക്കാൻ വലിയ രീതിയിൽ അവിടെ യുഎസ് തയ്യാറെടുക്കുന്നു. അതായത് ട്രംപ് തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 3 യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാൾ സ്ട്രീറ്റ് ജേണലായിരുന്നു 2ാമത്തെ വിമാനവാഹിനി കപ്പലാകട്ടെ അവിടേക്ക് എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ട്രംപ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ അമേരിക്കയുടെയും അതുപോലെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ അവിടെ വലിയ രീതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും 2ാമത്തെ കപ്പൽ അവിടേക്ക് എത്താൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതാകട്ടെ ബങ്കറിലിരിക്കുന്ന ഖമേനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടും ആശങ്കയും ഉളവാക്കുന്ന ഒന്നായി തന്നെ മാറുന്നതായും ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.